ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എവിടെ നിങ്ങൾ? കൈയൊക്കെ ഒന്ന് കൂട്ടിയടിച്ച് നിങ്ങൾ ആ ശബ്ദം കേട്ടോട്ടെ. ഓക്കെ, ആ സ്വീസിൻ്റെ മനോഹരമായ പ്രൗഢഗംഭീരമായൊരു വേദിയിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻസിനപ്പുറം ലീഡേഴ്സ് മീറ്റുമായിട്ടാണ് സ്വീസ് വളരെ ഗംഭീരമായ സ്പ്രിംഗ് അപ്പ് 2025 വേദിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ കുറച്ച് സമയത്തിൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വരേണ്ട ആളുകൾ പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കിലും ട്രെയിൻ സ്റ്റക്കായിട്ടൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്തും. നമ്മുടെ എല്ലാ അതിഥികളും നമ്മുടെ ട്രെയിനേഴ്സ് ഷൈജുമാരാർ ഉൾപ്പെടുന്ന വലിയ ഗംഭീര ട്രെയിനേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു വേദിയുടെ അടുത്ത് പരിസരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കുറേ നേരം ഇരുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ചെയർമാൻ കുറച്ച് ചെറിയ സമയം ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആൾറെഡി യെസ്റ്റോണോ മസിൽ പിടിച്ച ഒരാളും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഭയങ്കര ഗംഭീരമായിട്ട് സ്ട്രോങ് ആയിട്ട് കൈയൊക്കെ അടിച്ച് വേദിയിലിരിക്കണം. ആൾറെഡി യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ കുഞ്ഞു മെൻ്റലിസം പെർഫോമൻസ് ആണ്. നമ്മുടെ ഒരു മുഴുവൻ ഷോ ഒന്നുമല്ല, വളരെ കുറച്ച് സമയം. മെൻ്റലിസം കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം കുറച്ച് ആളുകൾ പഠിച്ച ആളുകൾക്ക് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആൾറെഡി യെസ്. ഇന്ന് നവംബർ 22 മനോഹരമായിട്ടുള്ള ഈ ഒരു വാഗൺ ട്രാജഡി ഹാളിൽ നമ്മളിരിക്കുന്ന ഈ ആളുകളുടെ വലിയ മനോഹരമായിട്ടുള്ള കുറച്ച് മെമ്മറീസുകൾ, ഒരു ഓർമ്മകൾ ഇവിടെ സമ്മാനിക്കാനാണ് ഈ ഷോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വളരെ റാൻഡമായിട്ടാണ് വേദിയിലേക്ക് ഞാൻ നിങ്ങളൊക്കെ വിളിക്കുന്നത്. ഒരാളെയും സെലക്ട് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ വേദിയിലേക്ക് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾ വേദിയിലേക്ക് വരിക. വെരി റാൻഡംലി ഇവിടെ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളൊക്കെ ഒരു പക്ഷേ ഒരു മുത്തശ്ശി കഥ പോലെ ചേർത്ത് വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങൾ സമ്മാനിച്ചേക്കാം. സോ അതിനു മുമ്പ് എനിക്കിവിടെയുള്ള ആളോട് പറയാനുള്ളത്, ഒരു തിയേറ്ററിക്കൽ റൂളുണ്ട്. ഇവിടെ വരുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക, വരുന്ന ആളുകൾക്ക് നല്ല മനോഹരമായിട്ട് ഗംഭീരമായ കയ്യടി കൊടുക്കുക. എനിക്കറിയാം ഒരു തിയേറ്റർ ഷോ എന്ന് പറയുമ്പോൾ എല്ലാവരും സൈലൻ്റായിരിക്കുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ഇടയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫോക്കസൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഗംഭീരമായിട്ട് ഈ ഷോയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാം. സോ ആർ റെഡി? യെസ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഇമോഷണലി നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ, ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് സമ്മാനിച്ച, ഒരുപാട് അനുഭവങ്ങൾ, മെമ്മറികൾ നമുക്ക് സമ്മാനിച്ച ഒരാളെ പറ്റി നിങ്ങളുടെ മൈൻഡിൽ എല്ലാവരും കൊണ്ടുവരണം. ക്ലിയർ? യെസ്. നിങ്ങൾ മനസ്സിൽ ഇമേജ് ചെയ്യേണ്ട, ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ. ആ ഒരാൾ ഒരു പക്ഷേ ഇന്നത്തെ ഞാൻ പറയുന്ന ഈ കഥയുടെ കഥാപാത്രമായിട്ട് ഇന്ന് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ യാത്രയുണ്ടായിരിക്കും. ജസ്റ്റ് ഇമേജ് ഓൾ ലീഡേഴ്സ് ഫ്രം ദ സ്വീസ്. ജസ്റ്റ് ഇമേജ് ചെയ്യുക ഒരു ഇമോഷണലി കണക്ട് ചെയ്ത ഒരാളുടെ പേര്. കൗണ്ട് ഓഫ് 1, 2, 3 and 4, then 5, 6, 7, 8, 9 and 10. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഒരാൾ വന്നിട്ടുണ്ടാവും അല്ലേ? യെസ് ഓർ നോ? യെസ്. ഈ റാൻഡംലി 2 ആളുകൾ വേദിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യണം. ആർക്കായാലും 2 ആളുകൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു കൊണ്ടുവരും, 2 ആളുകൾ വേദിയിലേക്ക് വരാം പ്ലീസ്. ഇവിടെ നിന്ന് യെസ് പ്ലീസ് കം. റൈറ്റ്, നല്ലൊരു കയ്യടി കൊടുക്കാം. റൈറ്റ്. അതേപോലെ ഒരാളും കൂടി വേദിയിലേക്ക് ക്ഷണിക്കും. ഒരാളെ കൂടി വന്നേ. യെസ് പ്ലീസ് കം ജോയിൻ വിത്ത് us. ഓക്കെ ഫൈൻ, വാ മുന്നോട്ട് വാ. യെസ്, 2 ആളുകളുണ്ടല്ലോ. ഓക്കെ, അടുത്ത് വന്നേ. പേര് എനിക്കറിയാം, എന്നാലും ഉറക്കെ പറ. മെഹ്റുനിസ, റംസീന അല്ലേ? റംസീന ആൻഡ് മെഹ്റുനിസ. ഞാൻ നിങ്ങളോട് ഈ ഷോ തുടങ്ങുമ്പോൾ നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം ഒരു പക്ഷെ വിചാരിക്കാം ഞാൻ ഇവരെ മാത്രം ഫോക്കസ്, ഒരിക്കലുമല്ല. റാൻഡമിൽ വന്ന ആളുകളാണ്. റൈറ്റ്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഷോ തുടങ്ങുന്ന സമയത്ത് ഇമോഷണലി കണക്ട് ചെയ്ത, ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ലാത്ത, വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള, ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുള്ള, ഒരുപാട് നല്ല മുഹൂർത്തത്തിൽ കടന്നു പോയിട്ടുള്ള ഒരാളുടെ പേര് നിങ്ങളുടെ 2 പേരുടെ മൈൻഡിലുണ്ടായിരിക്കും. Am I correct? Yes. Right. So you please sit here. You sit there. You please come. Okay, Eri. Correct.
ഇവർ രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ ഈ ഷോയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാതെ ഈ വേദിയിലേക്ക് വന്ന ആളുകളായിരിക്കാം. സോ ഇവർ രണ്ടുപേരുടെ മൈൻഡിൽ ഒരാളുടെ പേരുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഇമേജ്, നിങ്ങളുടെ മൈൻഡിൽ ഒരു പേരുണ്ടല്ലോ അല്ലേ, ഒരു പേരില്ലേ? യെസ്, ആ പേര് ഈ നോട്ട് പാഡിൽ ഒന്ന് എഴുതി വെക്കാം. എൻ്റെ യാതൊരു കാരണവശാലും അത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് വെരി സീക്രട്ടായിട്ട് ആരും അറിയാതെ നിങ്ങളുടെ മൈൻഡിൽ മാത്രം അത് ഉണ്ടാവണം. ഇതിലെഴുതാം. ഓക്കെ, ആ പേര് ഇതിലെഴുതാം. യെസ്, അപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ ഇമോഷണലി കണക്ട് ചെയ്ത ഒരാളുടെ പേരായിരിക്കും. അത് എനിക്കോ നിങ്ങൾക്കോ അറിയാൻ ഇപ്പോൾ സാധ്യതയില്ല. എഴുതി കഴിഞ്ഞാൽ എന്നോട് പറയാം. എഴുതി കഴിഞ്ഞോ? യെസ്, അത് ലോക്ക് ചെയ്ത് വെക്കാം. റൈറ്റ്, ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊരു പേരുണ്ടല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങളവിടെ വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അവിടെ തന്നെ വെച്ചോ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു കണക്ഷനിലൂടെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കണക്ഷൻ, ഈ മോണിറ്റർ ഒന്ന് പ്ലീസ്, ഏതെങ്കിലും തരത്തിലൊരു കണക്ഷൻ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇവിടെ രണ്ടുപേരും ഇവിടെ വന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ, റൈറ്റ്. ഓക്കെ, എൻ്റെ വോയിസ് മാത്രം കേട്ടാൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മ്യൂസിക് പോവും. ഓക്കെ, close your eyes. And you also close your eyes. ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങളുടെ മൈൻഡിലുള്ള ഒരാളുടെ പേര് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ ഉണ്ടായത് ഒരാൾ, അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യമൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉള്ളതുപോലെ ഫീൽ ചെയ്യാം, ഇമേജ് ചെയ്യാം. റൈറ്റ്, അവരുടെ മനോഹരമായിട്ട് ആ മുഖം, അവരുടെ പ്രസൻസ് എല്ലാം ഇമേജ് ചെയ്യാം. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ടച്ച് ചെയ്യുന്നുണ്ട്. ആ ആൾ, നിങ്ങൾ മനസ്സുദ്ദേശിച്ച ആൾ മുന്നിലുണ്ടെന്ന് ഇമേജ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എവിടെയോ ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ആ ടച്ചിങ് ഫീല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യണം. റൈറ്റ്? യെസ്. താങ്ക് യു. ക്ലോസ് യുവർ ഐസ്, ഡീപ്ലി ക്ലോസ് യുവർ ഐസ്. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ടച്ച് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ഇമാജിനറി വേൾഡിലുള്ള ആ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അദ്ദേഹമാണ് നിങ്ങൾ ടച്ച് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈ. ഇഫ് യു ഫീൽ ഇറ്റ്, ഓക്കെ, റൈറ്റ്. വൺസ് അഗെയിൻ കൈ നല്ല ഉയർത്തി അവരുടെ സന്തോഷമായിരിക്കും. Right. So they are connected. Okay. Very good. Open your eyes. രണ്ടുപേരും open your eyes. നിങ്ങൾ ഒരുപാട് തവണ അയാളെ ഇമാജിൻ ചെയ്തല്ലേ? ഓക്കെ, ഐ നോ. ആർ യു ഓക്കെ? യെസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരാണല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഈ ലോകത്ത് ഓപ്പൺ യുവർ ഐസ്. നിങ്ങളുടെ പേര് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെ പേരല്ലേ? ഇപ്പം നമ്മുടെ ലോകത്ത് അദ്ദേഹം ഇല്ല അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ആ പേരിൻ്റെ അവസാന ഭാഗത്ത് എവിടെയെങ്കിലും ഡി എന്ന് അവസാനിക്കുന്നുണ്ടോ? മൈക്ക് ജസ്റ്റ് ഓഫ് മോണിറ്റർ. ഓക്കെ, നിങ്ങളുടെ പേരിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഡി എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ? യെസ്. ജസ്റ്റ് വെയിറ്റ്. Once again, deeply close your eyes. Deeply close your eyes and imagine the same word. Same word.
ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ആ ഒരു പേരൊന്ന് ഉറക്കെ എന്ന് പറയാൻ പറ്റുമോ? മുഹമ്മദ്. മുഹമ്മദ്. Right? Right, perfect. So, this is Muhammad. ഭയങ്കര സന്തോഷമല്ലേ ഇത്രയും ആളുകളുടെ നിന്ന് ഇന്ന് ഈ യാത്രയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ പേര് പറയുക എന്നുള്ളത് ഭയങ്കരമാണ്. മുഹമ്മദ്. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. റംസീല. 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 റംസീല ഇന്ന് റംസീല അല്ലേ? LA അല്ലേ? റൈറ്റ്. റംസീല. ഈ മോണിറ്റർ ഒന്ന് പ്ലീസ് ഓപ്പൺ ചെയ്യാമോ? എനിക്ക് കേൾക്കുന്നില്ലേ? ഹലോ 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 ഹലോ. ഓക്കെ. സോ റംസീല ഇന്ന് ഈ വേദിയിലെത്തിയപ്പോൾ ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുടെ പേര് പറയുന്നുള്ളത് അല്ലേ? ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. നല്ലൊരു ക്ലാപ്പ് കൊടുത്തത്. കാരണം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കിട്ടിയ വളരെ മനോഹരമായിട്ടുള്ള ചാൻസ് അല്ലേ? ദാറ്റ്സ് റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു വെരി മച്ച്. അത് ഓപ്പൺ ചെയ്യും. എന്താണ് പേരെന്തായിരുന്നു? കറക്റ്റ് ആണല്ലേ? യെസ്. ഡീപ്ലി ഇമേജ് യുവർ നെയിം. നിങ്ങൾ വളരെ ഫേവറേറ്റ് ഒരു പേരുണ്ടല്ലോ, ഒന്ന് ഇമേജ് ചെയ്ത് നോക്കിക്കേ. ഇമേജ്. യെസ്. And your turn. Yes. You just close your eyes and image that person name and write the name of the persons. Right. Slowly write. Don't show me. Finish. Finish. Close your eyes. Close your eyes. Okay. Beautiful things. ഇമേജ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പേരിങ്ങനെ ഇമേജ് ചെയ്തുകൊണ്ടിരിക്കുക. Yes. And slowly open your eyes. ആ പേരൊന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? സിദ്ദീഖ്. 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 ദ ബ്യൂട്ടിഫുൾ നെയിം ഈസ് ഹിയർ. അപ്പോൾ തൻ്റെ രണ്ട് പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ തന്നെയാണ് അല്ലേ? സോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രവും സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഇന്ന് സീസിൻ്റെ ഈ വേദിയിലെത്തിക്കണമെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് കണക്റ്റഡ് വിത്ത് ഫാമിലിയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഷോ തന്നെയാണതല്ലേ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. പ്ലീസ്. ഓക്കെ, ഫൈൻ. നമുക്കേ ഇങ്ങനെ തന്നെ പോവാം. എപ്പോഴാണോ സ്റ്റോപ്പ് പറയുന്നപ്പോൾ നമ്മൾ നിർത്തും ചെയ്യാം കേട്ടോ. ഒരാളും കൂടി വേദിയിലേക്ക് വരാൻ പറ്റും? ഒരാളും കൂടി പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. വെൽക്കം. ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ സന്തോഷമായിരിക്കും. വരാൻ കഴിയുമോ? മതി മതി. ഒരുപാട് സന്തോഷം. ദാറ്റ്സ് ഗ്രേറ്റ് വൺ. യെസ്, വാ. എവിടെ വരാൻ പറഞ്ഞ ആളോട് പോയോ? അങ്ങോട്ട് പോയോ? വാ, ഒരാൾ പോയി. പെട്ടെന്ന്. യെസ്, പ്ലീസ് കം. ആ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കിനെ പൊക്കോട്ടെ കേട്ടോ.
ഒന്ന് ഫാസ്റ്റ് ആക്കാം, പെട്ടെന്ന് വരാം കേട്ടോ. താങ്ക് യു. യെസ്, യു ക്യാൻ സിറ്റ് ഹിയർ. ഇവിടെ ഓഡിയൻസിൽ ഇവിടെ സ്റ്റേജ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് സോങ്സ് മേടിച്ചിട്ടുണ്ടായത് അല്ലേ? എത്ര ആളുകൾ ഇത് സോങ് ഇട്ടുണ്ടായിരുന്നു? ഒന്ന് കൈ ഉയർത്തിക്കേ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ തന്നിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ട് ഇതേപോലത്തെ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? പാട്ട് പാടാൻ ഇഷ്ടമാണോ അല്ലേ? ഓക്കെ, റൈറ്റ്. പേരെന്താണ്? ഇർഫാന. ഓക്കെ. അപ്പോൾ ഇർഫാന ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതെല്ലാം റാൻഡമലി ഇവിടെ നിന്ന് ഓഡിയൻസ് എഴുതിയിട്ട പാട്ടുകളാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇർഫാന അന്ന് റിപ്പീറ്റഡ് സോങ്സ് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആണോ നോക്കിക്കേ. എല്ലാം ഡിഫറെൻ്റ് ആണോ നോക്കിക്കേ. എന്നിലെ പുഞ്ചിരി നെയ്യും ആരെഴുതിയ? ആ അടിപൊളി. എന്നിലെ പുഞ്ചിരി നെയ്യും അടിപൊളി. ആ റൂഹാണുമ്മ ആരെഴുതിയ? റൂഹാണുമ്മ. ആ എല്ലാവരും അടിപൊളി. ആ നൈസ്. നൂറല്ലേ ഇത് ഫുള്ള് പാട്ട് വേറെ ആണല്ലോ. ചിറാപുഞ്ചി മഴയത്ത്, മഴയുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടതിൽ. ചിറാപുഞ്ചി മഴയത്ത് ഇനിയുണ്ടോ? മേലെ വെള്ളത്തി. ആ റൈറ്റ്. അപ്പോൾ എന്തായാലും എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. യെസ് ഓർ നോ? യെസ്. ഓക്കെ, എല്ലാം വായിക്കേണ്ട. എൻ്റെ കൽബിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നൈസ്. എന്താ എഴുതിയത്? നിങ്ങളിഷ്ടമാണെന്ന്. അടിപൊളി. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. പേരെന്താ പറഞ്ഞ്? ഇർഫാന ചെയ്യേണ്ട കാര്യം, ഞാനൊരു കവർ തരാം, അതിലേക്ക് ഈ എല്ലാ സോങ്ങും ഇടാം. ഓക്കെ, ബാ. താങ്ക് യു. അപ്പോൾ ഇർഫാൻ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ തന്ന എല്ലാ പാട്ടുകളും ഇതിൽ വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഇർഫാനെ ചെയ്യേണ്ട കാര്യം, ഇർഫാൻ ഇവിടെ വന്നേ. ഇർഫാന് ഇഷ്ടമുള്ള ഇവിടെ ഒരു ബേബി ഉണ്ട്. ആ ബേബിനെ വിളിച്ച് മോള് വന്നേ, ഓടി വന്നേ. ആരെങ്കിലും ഒരാൾ വന്നേ സ്റ്റേജിലേക്ക്. പെട്ടെന്ന് ഓടി. ഓക്കെ, ഓടി പെട്ടെന്ന് ഓടി. യെസ്, വെരി ഗുഡ്. മോളി ചെയ്യേണ്ട കാര്യം ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എടുക്കുക എന്നുള്ളതാണ്. കണ്ണടച്ചൊരു പാട്ട് എടുത്തോ. ഓക്കെ, യെസ്. യെസ്. ഇപ്പം മോള് ഒരു പാട്ട്, ഒരു സോങ് എടുത്തിട്ടുണ്ട് അല്ലേ? അത് റാൻഡമായിട്ട് വന്നതല്ലേ? യെസ് ഓർ നോ? യെസ്. ഞാൻ മോള് തന്നെ വരണമെന്ന് പ്ലാൻ ചെയ്തതല്ല, കണ്ടപ്പോൾ വിളിച്ചാണ്. ഇവിടെ എഴുതിയ ഏകദേശം 20 പാട്ടുകളുണ്ട്. ആ 20 പാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇഷ്ടപ്പെട്ടെന്നല്ല, മോൾക്ക് എടുത്തൊരു പാട്ടാണ് എടുത്തുള്ളത്. യെസ് ഓർ നോ? നിങ്ങളിവിടെ ഇല്ലേ? യെസ്. ഓക്കെ, റൈറ്റ്. അതൊന്ന് അവിടെ തന്നെ വെച്ച് നോക്കേണ്ട. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? എന്നെ കാണിക്കേണ്ട, അത് റീഡ് ചെയ്യാം. നിങ്ങൾ എഴുതിയാണ്, അത് ആരെഴുതിയാന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, യെസ്. ഓക്കെ, ആ പാട്ട് കേട്ട പാട്ടാണോ? ഭയങ്കര ഫേമസ് ആണോ? ഫേമസ് ആണ്. ഈ അടുത്തിറങ്ങിയ പാട്ടാണോ അതോ പഴയ ഗാനാണല്ലേ? ഒരുപാട് പഴയതാണോ? കുറച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ? ആ പാട്ടിൻ്റെ വരികൾ അറിയോ? അറിയാം അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ, ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ ഗ്രേറ്റ്. ഓ പ്രിയേ നിനക്കൊരു ഗാനം, അനിയത്തി പ്രാവിലെ ഒരു സോങ് ആണ്. ആരാ സെലക്ട് ചെയ്തത്? വെരി ഗുഡ്, താങ്ക് യു. റൈറ്റ്. അപ്പം നല്ല കൈയ്യടി കൊടുക്കാം, നല്ല കൈയ്യടി.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മോൾക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ നിങ്ങൾ. നമ്മളിങ്ങനെ ഷോ എന്ന രീതിയിലല്ല, ഇങ്ങനെ നടന്ന് പറഞ്ഞ് ഇങ്ങനെ പോകണം കേട്ടോ. റൈറ്റ്. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ നല്ല അടി കളി അടിച്ചു നിങ്ങൾ. റൈറ്റ്. യെസ്. താങ്ക് യു മോൾ. താങ്ക് യു വെരി മച്ച്. എനിക്ക് 1 2 3 4 5 5 ആളുകൾ പെട്ടെന്ന് സ്റ്റേജിൽ വന്നേ. 5 ആളുകൾ പെട്ടെന്ന് വേവാ ഓടി വന്നേ. വാ കം കം. ആ യൂണിഫോം ഇട്ട ആളുകളൊക്കെ വന്നേ. വന്നേ. വെരി ഫാസ്റ്റ്. നമ്മളൊരു തീമിലല്ല പോണത്. നമുക്ക് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി പോകും. Okay, very good. Bring box up. Okay, bring box up. Yes. 1 2 3 4 5 5 ആളുകളുടെ ഗംഭീരമായ 5 ആളുകൾ അല്ലേ. ഒരാൾ റിങ് തരൂ. ഒരാൾ റിങ് ഉണ്ടെങ്കിൽ റിങ് തരൂ. ബാ ഒരാൾ വന്ന് ഫസ്സിൽ അല്ലേ. ബാ ഗോൾഡൻ ആരുണ്ട്? ഗോൾഡ് റിങ് ഉള്ള ആള് ഗോൾഡാണ്. ആ യെസ് വെരി ഗുഡ്. ഓക്കെ. സോ ഫസിലമ്മ, ഇത് ഇവരുടെ റിങ് ആണ്. ഒരു ഗോൾഡ് ആൻഡ് ഡയമണ്ട് കണക്ട് ചെയ്ത റിങ് ആണ് അല്ലേ. യെസ്. ഇത് ആര് ഗിഫ്റ്റ് ചെയ്താണ്? ഹസ്ബൻഡ് പേര് പറഞ്ഞേ. റിയാസ്. അപ്പോൾ ഇത് റിയാസ് എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഹസീനക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തുള്ള റിങ് ആണെന്നാണ് പറയപ്പെടുന്നത്. ആണോ? ആ യെസ്. അപ്പോൾ റിയാസ് അല്ലേ. ഹസീന എന്നല്ല, റിയാസ് സെലക്ട് ചെയ്ത് കൊടുത്തുള്ള റിങ് ആണല്ലേ. റൈറ്റ്, വെരി ഗുഡ്. ഫസീലക്ക് വേണ്ടി റിയാസ് സെലക്ട് ചെയ്താണ്. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് കർച്ചീഫ് ഉണ്ട്. ഈ കർച്ചീഫിനകത്ത് ഒന്നുമില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഫസീലയുടെ ആ റിങ് അവിടെ തന്നെ സുരക്ഷിതമായി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ചോദിക്കാം, ഫസീല റിങ് എവിടെയുള്ളത്? ഇതിൻ്റെ ഉള്ളിൽ. ഉറപ്പാണോ? യെസ്. ഓക്കെ, ഇനി മുന്നോട്ട് വന്നേ. ഇതിൽ ഫസീലക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞേ. സിനു. വാ സിനു, മുന്നിലേക്ക് വാ. സിനു പെട്ടെന്ന് വന്നേ. വെരി ഗുഡ്. സിനു പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. സിനു, പെർഫെക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്. ഫസീലയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡ് റിങ് അല്ലേ. യെസ്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇത് ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ക്ലോസ് പിടിച്ചേ പ്ലീസ്. പിടിച്ചോ കേട്ടോ. വൺസ് അഗൈൻ നമ്മുടെ വേദിയുള്ളത് ഫസീലയാണ്. ഫസീലയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് റിയാസ് വളരെ ഇഷ്ടത്തോടെ മേടിച്ചു കൊടുത്തുള്ള റിങ് ഉണ്ട്. ആ റിങ് ഇപ്പോൾ എവിടെയാണ്? ഉറപ്പാണോ? കൃത്യമാണോ? യെസ്. ഇനി ചെയ്യേണ്ട കാര്യം, റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്തും ആ റിങ് അവിടെ എത്തണം. ആ എത്തും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പിടിച്ച് ഒരു കൈ കൊണ്ട് ഇത് പിടിക്കാം. ഇപ്പോൾ ഫസീലയുടെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ക്ലിയർ ആവുന്നില്ലേ? എനിക്ക് ഇത് മോണിറ്റർ കണക്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു ബ്രോ. ഓക്കെ, യെസ്. 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്താണ് ഇത് അവിടെ എത്തേണ്ടത്. ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ കേട്ടോ. ഇത് മുറുക്കി പിടിക്കാം. ഇത് മാത്രമായിട്ട് പോയാൽ മതി. വീണ്ടും ചോദിക്കുകയാണ്, റിങ് ഇപ്പോൾ എവിടെയുള്ളത്? ഇതിലുണ്ട്. ഓക്കെ, ആ റിങ് പിടിക്കുന്ന ആളാണ് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ റെഡി 1 2 3 യെസ്. സ്റ്റാർട്ട് പറയണ്ടേ?
3 പറഞ്ഞില്ലേ? ഞാൻ 3 പറയാനാണ് പറഞ്ഞത്. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു അതായിരുന്നു ഇത്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. റിങ് റിങ് ആരാ വലിച്ചെറിഞ്ഞ ആരാ? അപ്പോൾ റിങ് ഞാൻ പറഞ്ഞു റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല കൈ അടിക്കാൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടിപൊളി. യെസ്, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. റിങ് വേണം. റിങ് ആരാ വലിച്ചെറിഞ്ഞ? ഞാനല്ലല്ലോ. ഓക്കെ, ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വലിച്ചെറിയാൻ പറഞ്ഞു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവർ ചെയ്ത് വേറെ രീതിയിലായി പോയി. എന്തായാലും കുഴപ്പമില്ല. യു പ്ലീസ് കം. സാധാരണ നമ്മൾ ഇങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. 1922 ഗിഫ്റ്റാണ് അത് കേട്ടോ. അതിൻ്റെ എല്ലാം ഇതിലുണ്ടായിരിക്കും. ലെറ്റ് മീ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്. യെസ്, ലെറ്റ്സ് ഓപ്പൺ ദ ഫസ്റ്റ് ബോക്സ്. നത്തിങ് ഈസ് ദേർ. വെരി ഗുഡ്. Good. And the last box is here. Okay, let me open. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇതിൽ ഉണ്ട് എന്നല്ലേ? പക്ഷേ ഐ എം വെരി സോറി, നത്തിങ് ഈസ് ഹിയർ. ബട്ട് ജസ്റ്റ് വെയിറ്റ്. And this for you. Take it out and just open it. And show them this. Thank you very much. Very perfect. Yes. So നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ട് നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ സെഷൻ. ഒരു ചെറിയ കുഞ്ഞു 2 ആക്ട് കൂടി. ഓക്കെ, വെയിറ്റ്. കളറൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. ഗ്രീൻ, ഓക്കെ, ബ്ലൂ, റെഡ്, യെല്ലോ. പിടിച്ചു. അത് ഹാൻഡ് ഓവർ ചെയ്യാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇവിടെ 5 ബലൂണുകളാണുള്ളത്. ഓരോരുത്തർക്ക് വരാം. ഓരോരുത്തർക്ക് വന്ന് ഇഷ്ടമുള്ള ബലൂൺ എന്ത് ചെയ്യാം? പൊട്ടിക്കാം. ക്ലിയർ ആണോ? യെസ്. പൊട്ടിച്ചതിന് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കണം. ക്ലിയർ? യെസ്. ഫസ്റ്റ്ലി വി കം. യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം പൊട്ടിച്ചു. വിച്ച് വൺ? സേ ലവ്ലി. റെഡ്. വെരി ഗുഡ്, പെർഫെക്റ്റ്. സോ നെക്സ്റ്റ് വൺ പ്ലീസ് കം. പതുക്കെ പൊട്ടിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ് കം. വെരി ഗുഡ്. ആൻഡ് നൗ വെയിറ്റ്. 2 ഓപ്ഷൻസാണുള്ളത്. ഒരു ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഭയങ്കര ഫോക്കസ് ചെയ്യാം. എൻ്റെ കണ്ണിലേക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ്. റെഡി? 1 2 3 ആൻഡ് ജസ്റ്റ് ഗോ. വെരി ഗുഡ്. So which one is last one? Green. Okay. So let me open something here. You please come. And one small prediction is here. Please come. And show the audience. Can you see there? Only ഒരു കളറിൽ മാത്രം ടിക്ക് ആണ്. Which color? Green color. Okay. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഗ്രീൻ. ആ ഗ്രീനെ നിങ്ങൾ പൊട്ടിക്കാതെ അവിടെ ബാക്കി വെച്ചോളൂ. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. താങ്ക് യു വെരി മച്ച്. നല്ല കൈയ്യടി കൊടുക്കാം. റൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഫൈൻ. നമ്മൾ ലാസ്റ്റ് ഒരു സെഷൻ കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഈ വേദിയിലേക്ക് ഒരു 500 റുപ്പീസ് കയ്യിൽ ആരെങ്കിലും ഉണ്ടോ? 500 റുപ്പീസ്. 500 റുപ്പീസോ 200 റുപ്പീസോ 100 റുപ്പീസോ ആരെങ്കിലും ഒരാളുണ്ടോ? എനിവൺ?
ഈ നിൽക്കുന്ന ആരുണ്ടോ? ഇല്ല. ഇവിടെ ഇരുന്ന ആരെങ്കിലും? യെസ്, ബാ, ആരെങ്കിലും ഒരാൾ വാ, പെട്ടെന്ന് വന്നേ. പെട്ടെന്ന് വരാം, വേഗം പോന്നേ, വേഗം ഇന്ന് തന്നെ വരണം കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് പോവാം. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വെയിറ്റ് പോലെ ഹലോ എക്സ്ക്യൂസ് മീ. ഹലോ ബാ, ഇവിടെ വന്ന് കം. ഓക്കെ, യെസ്. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? പെട്ടെന്ന്. ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. റൈറ്റ്. പേഴ്സൊക്കെ വന്നിട്ട് തുറക്കാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. അത് മടക്കിക്കോ, എന്നെ കാണിക്കേണ്ട. ഒരു 200 റുപ്പീസാണ്, അത് മടക്കി വെച്ചു. 200 റുപ്പീസാണ് ഇവരുടെ കയ്യിലുള്ളത്, മടക്കി വെക്കും. ഇതിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തോ. ഞാൻ കാണണ്ട, ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാം. റൈറ്റ്, ഇഷ്ടമുള്ള ഒരാൾ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഞാൻ കാണുന്നില്ല, കൊടുത്തോ. അപ്പം ഇതിൽ 200 റുപ്പീസ് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തു അല്ലേ? റൈറ്റ്. ചില കള്ളന്മാരെ പിടിക്കൽ എങ്ങനെയാണെന്നറിയോ? അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മൈക്രോ എക്സ്പ്രഷൻസിലൊക്കെ നമുക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ നിൽക്കുന്ന ആരോ ഒരാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നിൽക്കുന്ന 5 ആളുകൾ ചെയ്യേണ്ട കാര്യം, എനിക്ക് ഒരു ക്ലൂ നിങ്ങൾ തരണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഫ്രീ ആയിട്ട് നിൽക്കുക. നിങ്ങൾ നിൽക്കുന്ന രൂപത്തിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടറാ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു വേണ്ട. വളരെ സിമ്പിളായിട്ട് നിൽക്കാം. ക്ലിയർ ആണോ? സിമ്പിളായി നിൽക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അറ്റൻഷൻ. അടിപൊളി. റൈറ്റ്, ക്ലിയർ ആണല്ലോ? 5 പേരോട് വന്നേ. ബാ, 5 പേരോട് വന്നേ. ഇതിലോ ആരെങ്കിലും ഒരാളുടെ കയ്യിലാണ് ക്യാഷ് ഉള്ളത്. നിങ്ങൾക്കറിയാലോ? യെസ് ഓർ നോ? റൈറ്റ്. നമുക്ക് നോക്കാം ആരുടെ കയ്യിലാണെന്നുള്ളത്. പോക്കറ്റിൽ വെച്ചിട്ടുണ്ടോ? പോക്കറ്റിലല്ലല്ലോ, കയ്യിലാണല്ലേ? ഒന്ന് എൻ്റെ കണ്ണിൽ നോക്കാൻ പറ്റുമോ? വെരി ഗുഡ്, പെർഫെക്റ്റ്, വെരി ഗുഡ്, സൂപ്പർ. ഒന്ന് കൈ തന്നെ, നിഷ്കളങ്ക. നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ പൊക്കോ. അവർ ക്യാഷ് ഒന്നും അങ്ങനെ എടുത്തേക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ 1 2 3 4 ഈ 4 ആളിലും ആരെങ്കിലും കയ്യിലുണ്ടായിരിക്കും. ബാ, വേഗം പൊക്കോ. റൈറ്റ്, 1 2 3. ഈ 3 പേരും കൺഫ്യൂസ്ഡ് ആണ്. ഇവർ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുന്നത്. വേഗം പൊക്കോ. റൈറ്റ്. ലാസ്റ്റ് ഈ 2 ആളുകളാണ് ഗംഭീരമായ ആളുകൾ. ഓക്കെ, എന്ന് ഹലോ എക്സ്ക്യൂസ് മീ, എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയേ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ ഇട്ട ഡ്രസ്സിൻ്റെ കളറൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. റെഡ്, ഓറഞ്ച്. കറക്റ്റാണ്. ഒന്നുകൂടി ഷെയ്ക്ക് തന്നെ. വെരി ഗുഡ്, സൂപ്പർ. ഒന്ന് നൈസ്. അപ്പോൾ നിങ്ങളാണ് ശരിക്കും നോട്ട് എടുക്കാത്ത ആൾ. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നു. റൈറ്റ്, യെസ്, വെരി ഗുഡ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? യെസ്, ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാം. സോറി, ഇതാ ഇവിടെ വെച്ചോ ക്യാഷ്. കുഞ്ഞ് ഗിഫ്റ്റ് അല്ല, ഇതല്ലേ ലാസ്റ്റ് പ്രശ്നമാവും. റൈറ്റ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഷോയുടെ അവസാനിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോവേണോ? ഒരു കാര്യം ചെയ്യാം, മോനെ ഒരു ബോർഡ് തരും, വൈറ്റ് ബോർഡ്. നിങ്ങൾ ഇറങ്ങിക്കോ, പതുക്കെ ഇറങ്ങിക്കോ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേരെന്താ? മുംതാസ് ബി. ആ ക്യാഷ് എങ്ങനെ തന്നെ പിടിച്ചോ കേട്ടോ. ഇനി അവിടെ പോയിട്ട് നിന്നൊക്കെ ഒരു കാര്യം പറയാണ്ട്. അവിടെ തന്നെ നിൽക്കാം. അവിടെ നിൽക്കും. ഇവിടെ തന്നെ. യെസ്. ഓക്കെ.
മുന്താസോടെ, മുന്താസല്ലേ? ശരി, മുന്താസ് ഒരു കാര്യം ചെയ്യൂ. മുന്താസ് 200 രൂപ എനിക്ക് തന്നല്ലോ അല്ലേ? 200 രൂപ അല്ലേ? എങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നോന്ന്? തിരിച്ചു തന്നൂല്ലേ? റൈറ്റ്. ആ ക്യാഷ് എന്താ പറയുക, ഇന്ന് യാത്ര ചെയ്തപ്പോൾ തിരിച്ചു കിട്ടിയ പൈസയാണോ? അല്ല. എവിടെയെങ്കിലും ഇന്ന് രാവിലെ അതിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ നടത്തിയാണ് അല്ലേ? 500 രൂപ കൊടുത്തിട്ട് ബാക്കി തന്നാണോ? ആമേ കറക്റ്റ്? യെസ്. അത് ഇത്ര വലിയ അത്ഭുതമൊന്നുമില്ല. 500 രൂപ ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിക്ക് ഒരു 200 രൂപ അതിലുണ്ടാവും. റൈറ്റ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിലെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ചെറിയ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ നോട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ നോട്ടിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 6 അക്കങ്ങളുണ്ടായിരിക്കും. 6 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഉണ്ടോ? 6 നമ്പേഴ്സ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. എത്ര നമ്പേഴ്സുള്ളത്? 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? പെർഫെക്റ്റ്. അപ്പോൾ ഈ 6 നമ്പേഴ്സ് ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? പറഞ്ഞോ. ഓക്കെ. അപ്പോൾ അത് ശരിയാവില്ലല്ലോ. ഒന്ന് മൈക്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 85 60 32. 85 60 32. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നോട്ടാണല്ലേ? നിങ്ങൾ എനിക്ക് ഗിഫ്റ്റായി തന്ന 85 60 32 എന്നുള്ള നോട്ടാണല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? പക്ഷെ ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കഥ, ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരുപടി നല്ല ഓർമ്മകൾ സമ്മാനിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ഷോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ തിയേറ്ററിൽ, ഈ ഹാളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു ബോക്സിൽ ഒരു കാര്യമുണ്ട്. അതെടുത്ത് വന്നോട്ടെ, എടുത്ത് വരട്ടെ ഞാൻ. അത് ഈ ഓഡിയൻസിനെ സാക്ഷിയാക്കിയിട്ട് ഓഡിയൻസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾ കൈയടിച്ച് നമുക്ക് ആ സസ്പെൻസിലേക്ക് പോവാം. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്. കൈയടിച്ചോ നിങ്ങൾ? I think one box is here. Yes. And here is one box. Just wait. Clap. Paranjallo. Nice. Very good. Yes. So, is it locked? ഇത് ലോക്ക്ഡ് ആണോ? ലോക്ക്ഡ് ആണല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഒരു ഇൻട്രോയിലൂടെ നമുക്ക് വരേണ്ട ഒരാളാണ്. ഷൈജു സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. ആൻഡ് ഇതിൻ്റെ കീ എൻ്റെ കയ്യിൽ തന്നെയാണ്. ഷോ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് ഈ കീ ഉള്ളത്. റൈറ്റ്. ഇനി നല്ല മലയാളം വായിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കൂടെ വരണം. ഒരു മലയാളം വായിക്കാൻ പറ്റുന്ന ഒരാൾ വന്നേ. ആരെങ്കിലും ഒരാൾ വന്നേ പ്ലീസ്. വി വാണ്ട് ടു വൈൻഡ് അപ്പ്. ആരെങ്കിലും ഒരാൾ വന്നേ. യെസ്, പ്ലീസ് വി കം ടു ദ സ്റ്റേജ്. സർ പ്ലീസ്. ഇത് ഇന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഓഡിയൻസിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ്. ഞാൻ ഈ ഷോ തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആളുകളൊക്കെ റാൻഡമായി വരുന്ന ആളുകളായിരിക്കും. അവരുടെ ചിന്തകൾ, അവരുടെ പറച്ചിലുകളെല്ലാം ഒരുപടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന മെമ്മറീസ് ആക്കി മാറ്റാൻ പറ്റണം എന്നുള്ളതാണ് അല്ലേ? സോ ഐ ഇൻവൈറ്റ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് വൈബ്രൻറ്റ് ട്രെയിനർ ഓഫ് ട്രെയിനിങ് ഇൻഡസ്ട്രി, ഷൈജു മാരാർ സാർ, പ്ലീസ്. So thank you one. Please open it.
Yeah, please. Okay, sir, you please stay. Okay, thank you very much. Thank you. Then ഞാൻ ഇന്ന് നമ്മൾ സാധാരണ ഡയറി എഴുതൽ എപ്പോഴാണ്? രാത്രിയാണല്ലേ. ഇന്ന് രാത്രി എഴുതാൻ ഉദ്ദേശിച്ച ഡയറിയുടെ ചില ഭാഗങ്ങളാണ്. ഇന്ന് രാത്രി എനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ എഴുതാൻ ആഗ്രഹിച്ച ഡയറിയിലെ വരികളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഞാനല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഡയറി ഡേ 22. ഡേ 22, ദാറ്റ് മീൻസ് ടുഡേ. നെക്സ്റ്റ് പേജ്. ഇന്ന് നവംബർ 22, മനോഹരമായ ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിനം. മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണിൽ സ്വതന്ത്ര സമര സേനാനികളുടെ മരിക്കാത്ത ഓർമ്മകൾ ജ്വലിക്കുന്ന വാഗൺ ട്രാജഡി ഹാളിലായിരുന്നു ഇന്നത്തെ എൻ്റെ ഷോ. വേദിയിലേക്ക് നടന്നു വന്ന റംസീനയുടെ മുഖത്ത് ഞാൻ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദിൻ്റെ നിലക്കാത്ത ഓർമ്മകളാണ്. വേദിയിലേക്ക് കടന്ന റംസീന അല്ലേ? റംസീന ഇസ് ദേർ. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദിൻ്റെ നിലക്കാത്ത ഓർമ്മകളായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ കണ്ടത്. താങ്ക് യു. ഒത്തിരി പാട്ടുകൾ എനിക്കിഷ്ടമാണെങ്കിലും ഒരു കാലത്ത് തരംഗം പടർത്തിയ അനിയത്തി പ്രാവിലെ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം വേദിയിൽ വീണ്ടും കേട്ടപ്പോൾ സന്തോഷം തോന്നി. നിങ്ങൾ റാൻഡംലി സെലക്ട് ചെയ്തൊരു പാട്ടായിരുന്നു അനിയത്തി പ്രാവിലെ സോങ്. താങ്ക് യു. അതിനിടയിൽ റിയാസ് സമ്മാനിച്ച മോതിരം വേദിയിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ ചെറുതായൊന്ന് പേടിച്ചു. ഞാനല്ല, ഇവർ. നിങ്ങളുടെ ഹസ്ബൻഡ് റിയാസ് സമ്മാനിച്ച ഒരു റിങ് അല്ലേ? റൈറ്റ്. പല നിറത്തിലുള്ള ബലൂണുകളും വേദിയിൽ പാറിപ്പറന്നെങ്കിലും ആ മിടുക്കി തിരഞ്ഞെടുത്തത് ഗ്രീൻ കളർ ബലൂണായിരുന്നു. സോ യു സെലക്ട് ദ ഗ്രീൻ കളർ ബലൂൺ. ഇന്ന് രാത്രി കൊച്ചിയിലെത്തി സ്റ്റേ ഹോട്ടൽ ട്രാവൻകാട്ടിലെ റൂം നമ്പർ 8560-32 സ്വീസ് സംഘടിപ്പിച്ച സ്പ്രിംഗ് അപ്പിലെ നല്ല ഓർമ്മകളുമായി സുഖനിദ്ര. ബൈ. ഇന്ന് രാത്രി കൊച്ചിയിലെത്തി സ്റ്റേ ഹോട്ടൽ ട്രാവൻകോട്ടിലെ റൂം നമ്പർ 8560-32. യുവർ കറൻസി നമ്പർ ഈസ് ദാറ്റ്. ഓക്കെ. സോ സ്വിസിൽ സംഘടിപ്പിച്ച സ്പ്രിംഗ് അപ്പ് നല്ല ഓർമ്മകളുമായി സുഖനിദ്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് എഴുതി വെച്ച ഒരു ഡയറിയുടെ ചില നിമിഷങ്ങൾ മാത്രമാണ്. ഐ എം വെരി ഹാപ്പി ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻഡ് ഇൻഡസ്ട്രി ഫീൽഡ് ഷൈജു മഹാരാഷ്ട്ര. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡിയർ. അപ്പം നിങ്ങൾക്ക് ഷോ ഇഷ്ടപ്പെട്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമുക്കെല്ലാവരും ഒരു തിയേറ്ററിക്കൽ റെസ്പെക്ട് ചെയ്താലോ? ഒന്ന് എഴുന്നേക്കാൻ പറ്റും എല്ലാവരും? റൈറ്റ്. ദെൻ നമുക്ക് അടിപൊളി ക്ലാപ്പോടെ അവസാനിപ്പിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു വെരി മച്ച്.